പഴയങ്ങാടി കോഴി ബസാറിൽ കാലപ്പഴക്കം ചെന്ന ബഹുനില കെട്ടിടത്തിൽ നിന്നും സിമന്റ് പാളികൾ അടർന്നു വീഴുന്നതായി പരാതി. ഇരുചക്ര വാഹന യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നുപോകുന്ന റോഡരികിലെ ബഹുനില കെട്ടിടം അറ്റകുറ്റപ്രവൃത്തി നടത്തുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. നമ്മളിപ്പോൾ ഉള്ളത് പഴയങ്ങാടി കോഴി ബസാർ പുതിയങ്ങാടി സ്കൂളിലേക്ക് പോകുന്ന റോഡിലാണ്. ഈ റോഡിന് സമീപത്തായി നിലനിൽക്കുന്ന വലിയ ഒരു കെട്ടിടം, 3 നിലയിലുള്ള ഈ കെട്ടിടം ഏറെ അപകടാവസ്ഥയിലാണ്. നിരവധി ആളുകൾ, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ കടന്നു പോകുന്ന റോഡ് സമീപത്തുള്ള ഈ കെട്ടിടത്തിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണുകൊണ്ട് നിരവധി അപകടങ്ങളാണ് ഇതിനകം ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാർ ഏറെ പ്രതിഷേധത്തിലാണ്. അവരുടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വലിയൊരു കോൺക്രീറ്റ് പാളി അടർന്നു വീണത്. ഭാഗ്യം കൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. ആ പേരെന്താണ്? എൻ്റെ പേര് നാസർ. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് ഞാൻ മിനിയാന്ന് 2 വീലർ എടുത്ത് വരുമ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് ഒരു കോൺക്രീറ്റ് അടർന്നു വീണു. തലനാരിക്കാൻ ഞാൻ രക്ഷപ്പെട്ടു. അതായത് എൻ്റെ മൂക്കിൻ്റെ താഴെയൊക്കെ പോയ കുറേ സമയത്തേക്ക് എനിക്ക് ബോധം ഉണ്ടായിട്ടില്ല. കാരണം ഇത് വീണത് എന്താ അവസ്ഥ, ഇത് പലവട്ടം നമ്മൾ ഈ ഓണറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓണർ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇവരോട് പലവട്ടം നമ്മൾ 1 വർഷത്തിന് മുകളിൽ നമ്മൾ പറയുന്നുണ്ട് ഇതെല്ലാം അടർന്നു വീണിട്ടുണ്ട്, എന്തെങ്കിലും മെയിൻ്റനൻസ് ഒന്നിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ അടർന്നു വീണതെല്ലാം ഒന്ന് നിങ്ങളെ പൊളിച്ചിടാം, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഇതുവരെ ഇതിന് പഞ്ചായത്തോ ഇനി ആരെങ്കിലും മരിച്ചിട്ടാണെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കണ്ണു തുറക്കലെന്ന് അറിയില്ല. ഇത് ഇന്നലെ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. തലനാരിക്കാന്ന് എൻ്റെ രക്ഷപ്പെടുക വിട്ടത്. സ്കൂൾ തുറക്കാനൊക്കെ ഇപ്പോൾ 1-ാം തീയതി സ്കൂൾ തുറക്കുന്നതാണ്. അപ്പോൾ എത്ര കുട്ടികൾ പോകുന്നതെന്ന് അറിയാം. ഈ സൈഡിൽ തണൽ കിട്ടുന്നതുകൊണ്ട് കുട്ടികളിൽ ഈ സൈഡിലെ പോക്ക്. പിന്നെ നിരവധി വാഹനങ്ങൾ. ഒരു മെയിൻ റോഡായത്, അതായത് പുതിയങ്ങാടി ഹൈസ്കൂള്, അതുപോലെ മുട്ടം, ഇതെല്ലാം ടച്ച് ചെയ്യുന്ന ഒരു റോഡാണ്, മെയിൻ റോഡായത്. നിലവിൽ ഈ കെട്ടിടത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? മുമ്പ് സ്ഥാപനം പ്രവർത്തിച്ചിനി. അതെല്ലാം ഈ അപകടം കൊണ്ട് ഇവർ ഒഴിപ്പിച്ചതാണ്. ഇങ്ങനെ മേലെ നടന്നു വീണ് കുട്ടി, പിന്നെ ഇതിൻ്റെ മുകളിൽ റൂമിൽ താമസിച്ചിനി കുറേ ആൾ, അവരെല്ലാം മുകളിൽ നിന്ന് താഴേക്ക് താഴേക്ക് വീണവരെ എല്ലാവരും ഒഴിവായതാണ്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് ഒന്നിക്കിത് മെയിൻ്റെനൻസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് പൊളിച്ചിട്ട് സൈഡ് പൊളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താം, അത്രയില്ല. എന്തായാലും ഏറെ അപകടാവസ്ഥയിലാണ് ഈ കെട്ടിടം. എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് വിരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.